കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ ആരാധനാലയമാണ് അണ്ടല്ലൂർക്കാവ്. തീയരുടെ ഊരായ്മയാണ് കാവിനുള്ളത്. ജൈവ വൈവിധ്യത്തിൻ്റെ ചെറുമാതൃകകളാണ് കാവുകൾ. വിശുദ്ധ വനങ്ങൾ എന്നും ഇവയെ വിശേഷിപ്പിക്കുന്നു. നിത്യഹരിത വനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ കാവുകൾ. അണ്ടല്ലൂർ കാവിൻ്റെ മുഖ്യ ആകർഷണവും ഈ കാടുകളാണ്. 2000 വർഷം പഴക്കമുള്ള മരങ്ങൾ ഇവിടെയുണ്ട്. മേലേക്കാവ് എന്നും താഴേക്കാവ് എന്നും 2 ദേവസ്ഥാനങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ താഴേക്കാവ് കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. നിരവധി തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടാറുണ്ട്. അണ്ടല്ലൂർ ക്ഷേത്രത്തിലെ ദേവസങ്കല്പങ്ങൾ രാമായണ പ്രതിപാദിതമാണ്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, സീത ഈ ദേവചൈതന്യ സങ്കല്പങ്ങൾക്ക് ബിംബരൂപത്തിൽ പ്രതിഷ്ഠകളുണ്ട്. ഇവിടുത്തെ ഉത്സവ ചടങ്ങുകൾ രാമായണത്തിൽ സുന്ദരകാന്ഡത്തിലും യുദ്ധകാന്ഡത്തിലും പ്രതിപാദിപ്പിക്കുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഒരിക്കൽ തലശ്ശേരിയിലെ ഈ അണ്ടല്ലൂർ കാവിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കളരിപ്പയറ്റ് യോദ്ധാവ് തച്ചോളിയോധനനെ തീയന്മാർ ശിക്ഷിച്ച് പരാജയപ്പെടുത്തി പാലത്തിലൂടെ നാട് കടത്തിയ കഥയും ഈ കാവിനുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടത്തെ തിറ ഉത്സവം. മലയാള മാസം കുംഭം 1-ാം തീയതി കാവിൽ കയറൽ, 2-ാം തീയതി ചക്കകൊത്തൽ എന്നീ ചടങ്ങുകളോടെ അണ്ടല്ലൂർ കാവിൽ തിറ ഉത്സവത്തിന് തുടക്കമാകുന്നു. 3-ാം തീയതി മേലൂരിൽ നിന്നും കുടവരവുണ്ട്. 4-ാം തീയതി മുതൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാൻ തുടങ്ങും. 4-ാം തീയതി സന്ധ്യയോടെ പ്രധാന ആരാധനാമൂർത്തിയായ ദേവത്താർ തെയ്യം മണിയറയിൽ നിന്നും മുഖത്തെഴുത്തും ചമയങ്ങളോടും പടിഞ്ഞാറേ തറയിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ പീഠത്തിലിരുന്നു ദേവത്താർ പൊന്മുടി ചാർത്തുന്നു. ഇത് ശ്രീരാമ പട്ടാഭിഷേകം എന്ന സങ്കല്പം. ദേവത്താർ മുടിവെച്ചു കഴിഞ്ഞു തറയിൽ നിന്നുമിറങ്ങി അങ്കക്കാരൻ, ബപ്പൂരൻ എന്നീ തെയ്യങ്ങളോടും കൂടി വില്ലുകാരുടെ അകമ്പടിയോടെ കാവിനെ വലം വയ്ക്കുന്ന ചടങ്ങുണ്ട്. വ്രതമെടുത്ത പുരുഷന്മാരും ആൺകുട്ടികളും അച്ഛന്മാരും അതിൽ പങ്കെടുക്കുന്നു. ഇവിടുത്തെ പ്രധാന ചടങ്ങായ ഈ വലം വയ്ക്കലിനു മെയ്യാലം കൂടുക എന്നാണ് പ്രാദേശികമായി പറയുന്നത്. പുരുഷന്മാരും ആൺകുട്ടികളും വ്രതമെടുക്കുന്നതിന് കുളുത്താറ്റുക എന്നാണ് ഇവിടെ പറയുക. കുളുത്താറ്റിയവർ വാനരപ്പടയാണെന്ന് സങ്കല്പം. 3 പ്രദക്ഷിണം പൂർത്തിയാക്കി പരിവാരങ്ങളോടുകൂടി ദൈവത്താറും അങ്കക്കാരനും ബപ്പൂരനും കൊട്ടിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ മണിക്കിണറിൽ മുഖദർശനം നടത്തൽ ചടങ്ങുണ്ട്. പിന്നീട് 3 തെയ്യങ്ങളും താഴേക്കാവിലേക്ക് എഴുന്നള്ളുന്നു. ഇത് സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോകുന്നതായാണ് സങ്കല്പം. പുലർച്ചയ്ക്ക് അതിരാളൻ തെയ്യവും 2 മക്കളും പുറപ്പെടുന്നു. അതിനുശേഷം തൂവക്കാരി, മലക്കാരി, വേട്ടയ്ക്കൊരു മകൻ, പൊന്മകൻ, പുതുച്ചേകവൻ, നാക്കണ്ടൻ, നപ്പോതി, ചെറിയ ബപ്പൂരൻ എന്നീ തെയ്യങ്ങൾ പുറപ്പെടുന്നു. ഇവരിൽ ചില തെയ്യങ്ങൾ മുടിക്കിരീടങ്ങൾ മാത്രം മാറി മാറി തിരിച്ചു കലാശം ചവിട്ടുന്നവരാണ്. ഉച്ചയ്ക്ക് മുമ്പായി ഇളങ്കരുവനും പൂതാടിയും തമ്മിലുള്ള യുദ്ധപ്രതീതി ഉയർത്തുന്ന തെയ്യാട്ടമാണ്. അതായത് ബാലിയും സുഗ്രീവനും എന്ന് സങ്കല്പം. രാവിലെ ഇറങ്ങുന്ന ചെറിയ ബപ്പൂരനാണ് ബാലി സുഗ്രീവ യുദ്ധത്തിൻ്റെ മധ്യസ്ഥം വഹിക്കുന്നത്. ഈ ബപ്പൂരൻ്റെ ശിരോമുകുടത്തിന് വ്യത്യാസമുണ്ട്. ബപ്പൂരൻ ഇടപെടുന്നതോടെ യുദ്ധം തീർന്ന് 2 പേരും രഞ്ജിപ്പിലെത്തുന്നു എന്നാണ് സങ്കല്പം. അവരുടെ സ്വപ്നത്തിൽ പണിതുയർത്തി ഞങ്ങൾ അവരുടെ സ്വപ്നങ്ങളിൽ കണ്ടു നിൽക്കുന്നു. നമ്മുടെ കടൽ കഴിഞ്ഞെത്തിയ സഞ്ചാരപ്പയണികളെ ഒരുപാട് ആകർഷിച്ച ഒരു കൊച്ചു പട്ടണം.